The difference between a two-digit number and number obtained by interchanging the position of its digits is 54. What is the difference between the digits? രണ്ടക്ക സംഖ്യ നിങ്ങൾ ഏതെങ്കിലും ഒരു രണ്ടക്ക സംഖ്യ വിചാരിച്ചു. ഈ 54 അങ്ങ് വിട്ടേക്ക്. ഏതൊരു ചോദ്യം തരുമ്പോഴും അതിന്റെ ഉത്തരം കണ്ടെത്താൻ ഒരു ചെറിയ പാലം അവിടെ ഉണ്ടാവും. ഇവിടെ നമ്മുടെ പാലം 54 54 എന്ന ഈ ഒരു പാലത്തെ നിങ്ങൾ 9 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 6. ഓപ്ഷനിൽ 6 ഉണ്ടോ? അപ്പൊ 6 ആണ് നമ്മുടെ ആൻസർ. ഇനി ഇത് എങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറയും. ഈ 9 ബന്ധപ്പെട്ട് 9 കൊണ്ടുള്ള ഓപ്പറേഷൻ നടത്തി ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യം എന്തായാലും ഒരു മത്സര പരീക്ഷയ്ക്കുണ്ടാവും. ഇവിടെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒരു 2 ഡിജിറ്റ് നമ്പർ വിചാരിക്കുക. ഇപ്പൊ 71 എന്നാണ് വിചാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിചാരിക്കുക. അക്കങ്ങൾ വ്യത്യസ്തമായ, ഡിജിറ്റ്സ് വ്യത്യസ്തമായ ഏതെങ്കിലും സംഖ്യ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് തരംതിരിച്ചിട്ടാണ് ഒന്ന് ചെറുതും ഒന്ന് വലുതും. അപ്പൊ 71 എന്ന സംഖ്യയെ ഞാൻ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ ഒന്ന് 71 മറ്റൊന്ന് 17 അതിൽ നിന്ന് വലുതെന്ന് ചെറുത് ഞാൻ മൈനസ് ചെയ്തു. 71 നിന്ന് 17 മൈനസ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് 54 ആണ്. ഇതേ ഇതിൽ തന്നിട്ടുണ്ട്. ഇങ്ങനെ 54 കിട്ടാം, 45 കിട്ടാം, 36 കിട്ടാം, 9 കിട്ടാം, 18 കിട്ടാം, 72 കിട്ടാം, അതുപോലെ തന്നെ 99 കിട്ടാം. ഈ 9, 18, 27, 36 എന്നീ നമ്പറിന്റെ പ്രത്യേകത എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ. ഇങ്ങനെ ചെയ്യുന്ന ഏതൊരു സംഖ്യയും 9ന്റെ മൾട്ടിപ്ലൈ. നിങ്ങൾ ഏതെങ്കിലും രണ്ടക്ക സംഖ്യ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തു നോക്കൂ. അത് തരംതിരിച്ചിടും. വലുതെന്ന് ചെറുത് കുറയ്ക്കൂ. അപ്പോൾ നിങ്ങൾക്ക് 9ന്റെ മൾട്ടിപ്പിളേ കിട്ടൂ. അപ്പൊ ഈ 54 എന്ന സംഖ്യ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഈ ഒരു രണ്ടക്ക സംഖ്യയെ അത് അവര് ചിലപ്പം 71 ആവാം, നമുക്കറിയില്ല. ഏതെങ്കിലും ആയിട്ട് നമുക്കത് അറിയില്ല. അത് തരംതിരിച്ചിട്ടു. അപ്പൊ 17 കിട്ടി, വലുതെന്ന് ചെറുത് കുറച്ചു, 54 കിട്ടി എന്നാണ് ഇവര് പറയുന്നത്. എങ്കിൽ നിങ്ങളോട് പറയുന്നു അവർ തരാത്ത 7 1 കുറച്ചാൽ എത്രയാണെന്നാണ് അവരുടെ ചോദ്യം. എത്രയാണ് 7 1 കുറച്ചാൽ? 6. അപ്പോൾ ആ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ അവിടെ 71 തരാത്ത നിങ്ങൾ ചെയ്യേണ്ടത് കിട്ടിയ 54-നെ ഉടനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 6 ആണ്. അതേ കിട്ടൂ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു സംഖ്യ, രണ്ടക്ക സംഖ്യ, ഒരു രണ്ടക്ക സംഖ്യ പറയും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പറയും. ഒരു ഇഷ്ടപ്പെട്ട രണ്ടക്ക സംഖ്യ പറയും. ഉണ്ടെന്നില്ലേ? 32. 32. ശരി. 32 എന്ന രണ്ടക്ക സംഖ്യയാണ് ധ്യാന പറഞ്ഞത്. നമുക്കത് അറിയില്ല. ധ്യാന മനസ്സിൽ വിചാരിച്ച കാര്യം. അത് ഇന്റർചേഞ്ച് ചെയ്താൽ എത്രയായിരിക്കും? 23. ഇത് 32 ആണോ 23 ആണോ വലുത്? 32. എങ്കിൽ വലുതെന്ന് ചെറുത് കുറച്ചാൽ എത്രയാണ്? 9. അപ്പൊ ധ്യാനം ഒരു ചോദ്യം ഉണ്ടാക്കുന്നു. ഒരു രണ്ടക്ക സംഖ്യ അത് ധ്യാനം തരുന്നില്ല. അത് ഇന്റർചേഞ്ച് ചെയ്തു. വലുതെന്ന് ചെറുത് കുറച്ചപ്പോൾ എനിക്ക് 9 കിട്ടിയെങ്കിൽ ധ്യാന ചോദ്യം ഉണ്ടാക്കുന്നത് ഞാൻ വിചാരിച്ച ആ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ വ്യത്യാസം എത്ര എന്ന് പറഞ്ഞാൽ 3 നിന്ന് 2 കുറച്ചാൽ എത്ര? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ധ്യാന പറയും. 9ന്റെ കൂടെ 9 ഡിവൈഡ് ചെയ്യും. 9 ഈ തന്നിരിക്കുന്ന 9-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് 3 നിന്ന് 2 കുറച്ചാൽ കിട്ടുന്ന 1 കിട്ടും. മുഹമ്മദ് റഷാൻ ഏതെങ്കിലും ഒരു രണ്ടക്ക സംഖ്യ പറയും. സർ 30.
30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു വിഷയം ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല. 30 എടുത്തു. ആ 30 തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. കുറച്ചാൽ എത്രയാ? 27. ശരി. ഈ 27 9 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 3. അപ്പം 3 0 കുറച്ചാലോ? 3. അപ്പൊ റെഡി. ഇനി മക്കൾക്ക് പരിശോധിച്ച് നോക്കാം. നിങ്ങൾ ഇങ്ങനെ രണ്ടക്ക സംഖ്യ. അപ്പൊ ഈ ചോദ്യം കാണുമ്പോൾ, അതിന്റെ നീളം കാണുമ്പോൾ ഉള്ള ബേജാറ് ഇത് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാകാത്ത കുട്ടികൾക്ക് ഇനിയും പറഞ്ഞു തരാം. അതിനു വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടി മാത്രം ആണ് മൈക്ക് ഓൺ ചെയ്തത്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ഇതാ നിങ്ങളുടെ മൈക്ക് ഇപ്പോൾ ഓൺ. സ്റ്റാർട്ട്. മനസ്സിലായില്ല. ഒന്നും കൂടി ഒന്ന് പറഞ്ഞു. മനസ്സിലാക്കില്ല. പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞു ഒന്നുകൂടി പറയാം. ഒന്നുകൂടിയല്ല, ഒരുപാട് തവണ പറഞ്ഞത്. നിങ്ങളൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്താണ്. നമ്മളോടുള്ള ചോദ്യം ഇതാണ്. ഒരു രണ്ടക്ക സംഖ്യയിലെ ഇത് നിങ്ങൾക്ക് വീണ്ടും യൂട്യൂബിൽ നിന്ന് വരും. അഥവാ നിങ്ങൾക്ക് ഇത് തീരെ മനസ്സിലാക്കില്ലെങ്കിൽ വീണ്ടും കണ്ടാൽ, ചില കുട്ടികൾക്ക് 1-2 പ്രാവശ്യം കണ്ടാലേക്ക് ചിലപ്പോൾ തിരികെ. നമ്മളോട് പറയുന്നത് ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങൾ തമ്മിൽ തിരിച്ചിട്ടിട്ട് വലുന്ന് ചെറുത് കുറച്ചപ്പോൾ 54 കിട്ടിയെങ്കിൽ ആ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും രണ്ടക്ക സംഖ്യ എടുത്തു, 83 എടുത്തു വിചാരിക്കുക. 83 അക്കങ്ങളായ 8 3 തിരിച്ചിട്ടപ്പോൾ ഞാൻ 38 കിട്ടിയെങ്കിൽ ആ 83 നിന്ന് 38 മൈനസ് ചെയ്താൽ എത്രയാണ്? പോയോ? അല്ലേ? 45. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു രണ്ടക്ക സംഖ്യ തിരിച്ചിട്ട് കുറച്ചപ്പോൾ എനിക്ക് 45 കിട്ടിയെങ്കിൽ ആ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ വ്യത്യാസം എത്ര എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഈ 45 എന്ത് ചെയ്യണം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 5. അത് തന്നെയായിരിക്കും 8 ന്ന് 3 കുറച്ചാൽ കിട്ടുന്നതും 5 ആണ്. ഇപ്പൊ മനസ്സിലായോ? ശരി, വെരി ഗുഡ്, സന്തോഷം. ശരി, ഇനി ഞാനൊന്ന് ഒന്ന് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കിത് റെക്കോർഡ് ചെയ്യുന്നതായതുകൊണ്ട് ചില കുട്ടികൾ പറയുന്നു, മറ്റുള്ള കുട്ടികളുടെ സംസാരിക്കുവാണ്ട് വേദനത്തെ പ്രശ്നമുണ്ട്. ഈ 9 ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാവും മക്കളെ. അവരുടെ നമ്മളെ ജനറൽ ചോദ്യങ്ങൾ ഇങ്ങനെ പെടുത്തും. എന്നിട്ട് പറയും പ്രയാസമായിരുന്നു, ക്ലാസ്സിൽ വന്നിട്ടില്ല, ടെസ്റ്റിൽ വന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതാ വേറൊരു പുസ്തകം. ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്നാണ് 9 ബന്ധപ്പെട്ട വേറൊരു ചോദ്യം. 9 അവസാനിക്കുന്ന സംഖ്യക്ക് ഒരു പ്രത്യേകത ഉണ്ട്. രണ്ടക്ക സംഖ്യക്ക് ഇപ്പൊ 49. 9 അവസാനിക്കുന്ന രണ്ടക്ക സംഖ്യയാണെങ്കിൽ 4-നെ 9 കൊണ്ട് ഗുണിച്ചു. 4 9 36, 36. 4 × 9 36. 4ന്റെ കൂടെ ഞാൻ 9 ആഡ് ചെയ്തു. 9 4 13 കിട്ടി. ഈ 36ഉം 13ഉം കൂടി ആഡ് ചെയ്താൽ എനിക്ക് വീണ്ടും തിരിച്ച് ഞാൻ 49ലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു. നിങ്ങൾ 9 അവസാനിക്കുന്ന വേറെ രണ്ടക്ക സംഖ്യ എടുത്തോളൂ, ഇഷ്ടമെടുക്കാം. 29 തമ്മിൽ വിളിച്ചു 2 9 18. 2ഉം 9ഉം തമ്മിൽ കൂട്ടി 9 2 11. ഈ 18ഉം 11ഉം വീണ്ടും കൂട്ടി. അപ്പോൾ നമ്മൾ ആദ്യത്തെ 29ലേക്ക് തിരിച്ചു പോകും. എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം? നിങ്ങൾ ചിന്തിക്കേണ്ടത് എങ്ങനെ ഉത്തരം പറയാനുള്ളതല്ല, ചോദ്യം ഉണ്ടാക്കാനാണ് വിഷമം. ഉത്തരം പറയാനൊരു വിഷമമില്ല, കാരണം തെറ്റാവാൻ ശരിയാവും. ചോദ്യം ഉണ്ടാക്കുക എങ്ങനെയാണ്? ഒരു രണ്ടക്ക സംഖ്യയിലെ ഗുണനഫലവും, the product of
2-digit number and the sum. ആ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുകയും തമ്മിൽ കൂട്ടിയപ്പോൾ ആദ്യത്തെ രണ്ടക്ക സംഖ്യയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എങ്കിൽ ആ രണ്ടക്ക സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? ഞാൻ വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ്. ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലവും ആ രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുകയും തമ്മിൽ കൂട്ടിയപ്പോൾ ആദ്യത്തെ രണ്ടക്ക സംഖ്യയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എങ്കിൽ ആ രണ്ടക്ക സംഖ്യയിലെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന മറുപടി എന്താണെന്ന് എനിക്കറിയണം. എല്ലാവരും ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞോളൂ, എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? ശരി, ഇതാ വരുന്നു വീണ്ടും അടുത്ത 9 ബന്ധപ്പെട്ട 2015 USSന് ചോദിച്ച 2015 USSന് ചോദിച്ച ചോദ്യത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഇന്ന് OMR ഷീറ്റ് വഴി USS എഴുതുന്ന രീതിയിലുള്ള കാര്യം വന്നത് 2015 2015 പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണക്കിന്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 തരം ക്വസ്റ്റ്യൻസ് കാണാം. മലയാളം മീഡിയക്കാർക്ക് ഒരു തരം ക്വസ്റ്റ്യൻ 20 ചോദ്യം, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേറെ ചോദ്യം. പക്ഷെ അതിൽ മിക്സ് ചെയ്തുകൊണ്ട് അന്ന് അങ്ങനെ വേറെ വേറെ ചോദ്യം വന്നത് ആ ഒരു കൊല്ലാണ്. പക്ഷെ പിന്നീട് എല്ലാവർക്കും ഒരേപോലെ ചോദ്യങ്ങളായി. അവിടെ വന്നിരിക്കുന്ന മൂന്നാമത്തെ ചോദ്യം, ഏപ്രിലെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: 10 എന്ന സംഖ്യ പലതവണ വിളിച്ചപ്പോൾ കിട്ടിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ചപ്പോൾ അതിന്റെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ 99 കിട്ടി. എത്ര 10കളാണ് വിളിച്ചത്? A few tens were multiplied and subtracted 1 from the product. The sum of the digits of the resulting number is 99. എത്ര 10കളാണ്? How many tens were multiplied? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ നിങ്ങൾക്ക് അത് ചെയ്ത് കാണിച്ചു തരാം. അല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലാക്കില്ലല്ലോ. മനസ്സിലാക്കിയോ? എന്റെ ചോദ്യം മനസ്സിലാക്കിയോ? മനസ്സിലായി. ഇതാ അതും 9 ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കിക്കോട്ടെ ചോദ്യം. ഞാൻ ഈ 10 എന്ന സംഖ്യ 2 പ്രാവശ്യം കുടിച്ചിട്ട് ഇരിക്കുക. പലതവണ കുടിച്ചു എന്നപ്പോ 2 പ്രാവശ്യം കുടിച്ചു. 10നെ 10 കൊണ്ട് കുടിച്ചപ്പോ എനിക്ക് 100 കിട്ടി. ചോദ്യം ഇതാണ്. അതിൽ നിന്ന് ഞാൻ 1 കുറച്ചു. അപ്പൊ 100 1 കുറച്ചാൽ 99 ആണെന്ന് അറിയാം. പോയോ? 100 1 കുറച്ചാൽ 99. 99. ഇപ്പൊ 10 എന്ന സംഖ്യ പലതവണ കുടിച്ചു. പലതവണ കുടിച്ചു പറഞ്ഞപ്പോൾ 2 തവണയെ കുടിച്ചിട്ടുള്ളൂ. നിങ്ങൾ 2 തവണ ഉത്തരം പറയണത്. 10 എന്ന സംഖ്യ 2 തവണ കുടിച്ചു. പലതവണ കുടിച്ചപ്പോൾ കിട്ടിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ചപ്പോൾ അതിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ എനിക്ക് 18 കിട്ടിയെങ്കിൽ ഞാൻ എത്ര 10കളാണ് കുടിച്ചത്? നിങ്ങൾ ടൈപ്പ് ചെയ്യും. എത്ര കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നത്? ഞാനാണ്. അത് 2 കൂടെ കണ്ടോണ്ടാണ്. ഈ 18 നിങ്ങൾ എന്ത് ചെയ്താലാണ് 2 കിട്ടുക എന്ന് അറിയേണ്ടത്? പാട്ടിൽ 9 തിരിച്ചറിയാം. 18 9 തിരിച്ചെത്രയാ? ഇനി 10 എന്ന സംഖ്യ ഞാൻ 3 തവണ വിളിച്ചു. 10 × 10 × 10 എനിക്ക് 1000 കിട്ടി. എത്രണ്ടേ പറയണേ ധ്യാന? ഓക്കെ അല്ലേ? സോറി സർ, ഞാൻ പോയി. നിങ്ങൾ രണ്ടുപേരും ഉറങ്ങാണോ? സോറി ഞാൻ ലെഫ്റ്റായി പോയതാണ്. അപ്പം മുഹമ്മദ് റഷാൻ ഇടപെടാ. മുഹമ്മദ് റഷാൻ ഉറങ്ങുകയാണോ? അല്ല, ഉറങ്ങല്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വന്ന് ഇരുന്നാൽ ഉറപ്പ് വരും. 5 മണിക്ക് എഴുന്നേൽക്കുക, കുളിക്കുക, ഒരു ഗ്ലാസ് കട്ടൻ ചായയോ ചൂടുവെള്ളമോ ഒരു ബിസ്ക്കറ്റോ അവിടെ കൊണ്ടാക്കുക. ഞാൻ ഈ പെച്ചൻ്റെ അടുത്ത് എന്നിട്ട് ഒരു ലക്ഷത്തായാലും എടുത്ത് കഴിക്കുക, ഫ്രഷ് ആയിട്ടിരിക്കുക. എന്നാൽ പിന്നെ കണക്ക് തിരിഞ്ഞോളൂ. നിങ്ങൾ വെറുതെ വിചാരിക്കുകയാണ്. നിങ്ങൾ രാവിലെ ഉടനെ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പ്രൈം നമ്പറും സ്ക്വയർ നമ്പറും ക്യൂബിക് നമ്പറും കാണാതെ പഠിച്ചോ, നിങ്ങൾക്ക് കണക്കിന്റെ പകുതി മാർക്കിയാണ് ഓഫർ ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ തന്നെ പഠിക്കണ്ടേ? പ്രൈം നമ്പറായിട്ട് ബന്ധപ്പെട്ട 3 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ അറിയാണ്ടാക്കുക ചോദ്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടോ, ഈ ചില സംഖ്യ കണ്ടാൽ അത് 2 ഘടകം മാത്രമാണോ ഉള്ളത്, 3 2 കൂടുതലുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയണ്ടേ?
അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൂടി ശരിക്കും പഠിക്കേണ്ടി വരും. 10 എന്ന സംഖ്യ 3 പ്രാവശ്യം കുറിച്ചപ്പോൾ 1000 കിട്ടി. അതിൽ നിന്ന് ഞാൻ 1 കുറച്ചു, എനിക്ക് 999 കിട്ടി. അതിലെ അക്കങ്ങൾ 3 ഞാൻ കൂട്ടിയപ്പോൾ എനിക്ക് അവിടെ 27 കിട്ടി. ഞാൻ എത്ര 10കളാണ് വിളിച്ചത്? 3 10കളാണ് വിളിച്ചത്. ഞാൻ ചെയ്യേണ്ടത് 27 9 കൊണ്ട് കഴിച്ചതാണ്. അപ്പൊ നേരത്തെ എന്റെ ചോദ്യം വ്യക്തമാണ്. 10 എന്ന സംഖ്യ പലതവണ വിളിച്ചപ്പോൾ കിട്ടിയ സംഖ്യയിൽ നിന്ന് 1 കുറച്ചപ്പോൾ അതിൽ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ എനിക്ക് 99 കിട്ടി. എല്ലാം ടൈപ്പ് ചെയ്തോളൂ. ഞാൻ എത്ര 10കളാണ് വിളിച്ചത്? ടൈപ്പ് ചെയ്തോളൂ. ടൈപ്പ് ചെയ്ത് എത്രയാന്ന് നോക്കി പറയൂ. ടൈപ്പ് ചെയ്ത് എത്രയും നോക്കി പറയൂ മുഹമ്മദ് ഇർഷാദ്. എത്രയാണ് ടൈപ്പ്? 99 കിട്ടിയപ്പോൾ 2 എല്ലാം തെറ്റാണ്. 11 പറയുന്നുണ്ട്. 11 ശരി. അതായത് 99 9 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്തില്ലേ? 99 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ് മുഹമ്മദ് ഇർഷാദ്? 11. ഇതാണ് 11. അപ്പൊ 11. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ 9 ബന്ധപ്പെട്ട് വരാം. ഇനി നമുക്ക് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് പോകും. ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കാം. ഇന്ന് 6:30 വരെ ഞാൻ എടുക്കും. കാരണം ഒരുപാട് ഇന്നിപ്പം തിരുവനന്തപുരത്താണ് ക്ലാസ്. അപ്പൊ നമുക്ക് രാവിലെ പോകേണ്ടതുള്ളത് കൊണ്ട് ഇതാണ് ചോദ്യം. ആ ചോദ്യം ഒന്ന് വായിച്ചു പോകും. What is the sum of consecutive natural numbers from 1021 to 1050? Options: 4965, 31,065, 24,065, 40,065. What is the sum of consecutive natural numbers from 1021 to 1050? 1021 മുതൽ 1050 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്നാണ് അതിന്റെ മലയാളം. എന്ന് പറഞ്ഞാൽ 1021 പ്ലസ് 1022 പ്ലസ് 1023 പ്ലസ് ഇങ്ങനെ പ്ലസ് 1050 വരെ കൂട്ടുക. അതുവരെ എനിക്ക് കൂട്ടൊന്നും പോണ്ട, നേരം എടുത്തു. ഇതിന് എളുപ്പമാർഗ്ഗമുണ്ട്. വേഗം കണ്ടുപിടിച്ചോളൂ എത്രയാണ്. അതാണ് ക്ലാസ്സിലാണ് ഇത് പഠിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട്. കുട്ടികളാരെങ്കിലും ടൈപ്പ് ചെയ്തോ മുഹമ്മദ് ഇർഷാദ്? സാറേ 31,065 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതില് ഇത്തരം ചോദ്യം വരുമ്പോൾ ഇതിന്റെ മുന്നോട്ട് ചിലപ്പോ ഇതിന്റെ ആദ്യം ചിലപ്പോൾ സൂചനകൾ തരും. അതൊരു എളുപ്പവഴി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മത്സര പരീക്ഷയ്ക്കുള്ള മിക്ക ചോദ്യങ്ങളിലും കണ്ടുവന്നത് 3 രീതിയിൽ ഉത്തരം ചെയ്യാൻ പറ്റും. ചില ചോദ്യങ്ങൾ അത് ഗിഫ്റ്റഡ് കുട്ടികളായ കുട്ടികൾ എളുപ്പത്തിൽ ചെയ്യും. അപ്പൊ അതിന്റെ ആദ്യത്തെ സൂചന നോക്കി ചെയ്യും. ഒരു ആവറേജായ കുട്ടികൾക്ക് ഇത് വേറെ രീതിയിൽ കുറച്ചൊരു സമയം എടുത്തുകൊണ്ട് ചെയ്യും. അപ്പൊ നിങ്ങള് ഇത് മുൻകൂട്ടി അതൊരു സാധനം തരാത്തതുകൊണ്ട് നമുക്ക് ഒരു മാർഗം ഇതാണ്. ഈ 1021 1050 കൂടി കൂട്ടുക. അത് കൂട്ടിയത് എത്രയാണ് മുഹമ്മദ് ഇർഷാദ്? പോയോ? കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ട് ഒരാൾ നോക്കി വായിച്ചാൽ മതി. എന്താടോ ഉണ്ടാക്കുന്നത്? 2071 എന്ന് പറയുന്നു. ഇത് രണ്ടും കൂടി കൂട്ടി. ഇനി വേറെ കാര്യം അറിയേണ്ടത് 1050 മുതൽ 1050 വരെ 1021 മുതൽ 1050 വരെ എത്ര സംഖ്യകളുണ്ട് എന്നറിയാം. അതിനുള്ള മാർഗം 1021 അല്ല കുറയ്ക്കേണ്ടത്, 1020 കുറച്ചിരിക്കുക. നിങ്ങൾക്ക് 11 മുതൽ 31 വരെ എത്ര സംഖ്യകളുണ്ട് എന്നറിയാൻ 31 നിങ്ങൾ 11 കുറയ്ക്കുന്നു അല്ലെ 10 കുറയ്ക്കുക. ഏതാണ് നിങ്ങൾ ചെയ്യേണ്ടത്?
അതേ രീതിയിൽ 1050 വരെ 1021 മുതൽ 1050 വരെ എത്ര സംഖ്യ ഉണ്ടെന്ന് അറിയാൻ കൃത്യമായി അറിയണമെങ്കിൽ നിങ്ങൾ 1020 കുറയ്ക്കുന്നത്. അതെത്രയാണ്? 30. 30. അപ്പോൾ 1021 മുതൽ 1050 വരെ 30 നമ്പേഴ്സ്. ആ 30ന്റെ പകുതി എത്രയാണ്? 15. 15. ആ 15നെ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച 2071 അതെങ്ങനെയാണ് കിട്ടിയത്? സാറ് രണ്ടും ആഡ് ചെയ്തിട്ട് നമ്പേഴ്സ്. അപ്പൊ 15നെ 2071 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? എത്രയാണ്? 30,315. എങ്ങനെ? സാർ 31,065. അപ്പോ ഈ ആൻസർ കിട്ടിയവരിതിലുണ്ടാവാം, കിട്ടാത്തവരുണ്ടാവാം. ഞാൻ ഈ ചോദ്യം ക്ലിയർ ആവാത്ത കുട്ടികളോട് ചോദിക്കുന്നു, അവരുടെ മൈക്ക് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് ഈ ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കണമെങ്കിൽ ചോദിക്കാം. പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു തരാൻ തയ്യാറാണ്. പേടിക്കണ്ട. മനസ്സിലായിട്ടില്ലെങ്കിൽ എത്ര പ്രാവശ്യമാണ് പറഞ്ഞത്, അത് നിങ്ങൾ ഭയപ്പെടുന്നു. നമ്മളിവിടെ ഉണ്ടല്ലോ. ഈ ചോദ്യം അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു ചോദ്യം എടുക്കുകയാണ്. വേറെ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. 11 മുതൽ 40 വരെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന ഉത്തരം എന്തായിരിക്കും? നിങ്ങൾ അവിടെ 11 മുതൽ 40 വരെ തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ തുക എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ അവിടെ ഈ പറഞ്ഞ 11 പ്ലസ് 12 പ്ലസ് 13 പ്ലസ് അങ്ങനെ പ്ലസ് ചെയ്ത് 40 വരെ എഴുതി കൂട്ടുമോ? അത് പ്രായോഗികമാണോ? അത് നമുക്ക് ഒരു മിനിറ്റ് മതിയാവില്ലല്ലോ. നമുക്ക് ഒരു മിനിറ്റ് കൊണ്ടല്ലേ ഉത്തരം കൊടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 11ഉം 40ഉം തമ്മിൽ അങ്ങോട്ട് കൂട്ടുക. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും ആഡ് ചെയ്ത് 10ാം ക്ലാസ്സിൽ വിശദമായി നിങ്ങൾ വേറെ പഠിക്കുന്നത്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് 51 കിട്ടില്ലേ? കിട്ടും. പിന്നീട് നിങ്ങളുടെ ജോലി 11 മുതൽ 40 വരെ എത്ര സംഖ്യകളുണ്ട് എന്ന് കണ്ടുപിടിക്കലാണ്. എത്ര എണ്ണം? അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 40ൽ നിന്ന് 11 കുറച്ചിട്ട് 1 കൂട്ടാം. അല്ലെങ്കിൽ 40ൽ നിന്ന് 11ന്റെ തലേ ദിവസത്തെ ആളായ 10നെ അങ്ങോട്ട് മൈനസ് ചെയ്തിരിക്കും. 40 10 മൈനസ് ചെയ്താൽ 30 അതിന്റെ അർത്ഥം 11 മുതൽ 40 വരെ 30 സംഖ്യകൾ ഉണ്ട് എന്നതാണ്. ഇനി നിങ്ങൾ ഈ 30ന്റെ പകുതിയാണ് എടുക്കേണ്ടത്. 30ന്റെ പകുതി 15 ആ 15നെ 51 കൊണ്ട് ഗുണിക്കുക. 51 കിട്ടിയ 11 40 കൂടി കൂട്ടിയിട്ടാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് 765 കിട്ടുക. ഞാൻ ഒന്നുകൂടി മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഇവിടെ ഞാൻ ഒരു 2 അക്ക സംഖ്യയാണ് എടുത്തതെങ്കിൽ ഇവിടെ ഒരു 4 അക്ക സംഖ്യ. കാരണം ഇവിടെ ഞാൻ 4 അക്ക സംഖ്യ എടുത്തു എന്നേ ഉള്ളൂ. ഇതിൽ ആദ്യത്തെ സംഖ്യയായ 1021ഉം അവസാനത്തെ സംഖ്യയായ 1050 തമ്മിൽ കൂട്ടുന്നു. അത് കൂട്ടുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? 2071. പിന്നെ 21 മുതൽ 50 വരെ 1000 വിട്ടേക്ക്. 21 മുതൽ 50 വരെ എത്ര സംഖ്യ ഉണ്ട്? 50ന്റെ 20 കുറച്ചില്ല, 30 സംഖ്യ. ആ 30നെ പകുതിയാക്കുന്നു. അതിന് 15 കൊണ്ട്, അതായത് 30ന്റെ പകുതിയായി 15നെ 2071 കൊണ്ട് ഗുണിച്ചാൽ ഇതിലുള്ള ഈ സംഖ്യ കിട്ടും. ഇപ്പം മനസ്സിലായോ?
Yes or no? എന്ത് പറയുന്നു നിങ്ങൾ? Yes or no? Yes. ശരി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മക്കളെ. അടുത്ത ചോദ്യം ഇതാണ്. ചോദ്യം ഒന്ന് വായിച്ചെടുക്കും. How many factors do 1 lakh have? Option. ചോദ്യം കംപ്ലീറ്റ് വായിക്കണം. How many factors do 1 lakh have? ആ ചോദ്യമല്ല, അവിടെ നോക്കി വായിക്കൂ. How many prime factors do 1 lakh have? അവിടെ നോക്കി വായിച്ചാൽ പ്രൈം ഫാക്ടേഴ്സ് തന്നെ കാണാം. ഹൗ മെനി ഫാക്ടേഴ്സും ഹൗ മെനി പ്രൈം ഫാക്ടേഴ്സ് എന്നുള്ള ചോദ്യത്തിൽ വ്യത്യാസമുണ്ട്. ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നിങ്ങളുടെ പ്രൈം ഫാക്ടേഴ്സ് ആണ് ചോദിച്ചത്, ഫാക്ടേഴ്സിന്റെ എണ്ണം അല്ല ചോദിച്ചത്. അത് മനസ്സിലായില്ല? നോക്കിക്കോളൂ. 72 എന്ന സംഖ്യക്ക് എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾക്ക് 12 ഘടകങ്ങൾ എന്ന് പറയാം. 72 നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യുന്നു. 2 കൊണ്ട് 36 കിട്ടി, 36 വീണ്ടും 2 കൊണ്ട് 18 കിട്ടി, 18 വീണ്ടും 2 കൊണ്ട് 9 കിട്ടി, 9 വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 കിട്ടി. ആ ഫാക്ടറൈസേഷൻ അവിടെ അവസാനിപ്പിക്കുന്ന ഒരു പ്രൈം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 2 നിങ്ങൾക്ക് 3 പ്രാവശ്യം ഉപയോഗിച്ചു, 2⁻3. ഇവിടെ 3 നിങ്ങൾ 2 പ്രാവശ്യം ഉപയോഗിച്ചു, 3⁻2. അവിടെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു +1 വെച്ച് കൊടുക്കുന്നത്. ഇപ്പൊ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, +1 വെച്ച് കൊടുത്തു. 3 3 4, 2 3 3, 4 × 3 12 ഘടകം. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം 72 12 ഘടകങ്ങളുണ്ട് എന്ന്. പക്ഷേ നിങ്ങളോടുള്ള ചോദ്യം 72 പ്രൈം ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ 12 അല്ല ഉത്തരം. എത്രയാണ്? 72 എന്ന സംഖ്യ ഘടകങ്ങളുടെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ എത്ര പ്രൈം നമ്പർ ഉപയോഗിച്ചു എന്നാണ് ചോദ്യം. എന്താണ് വേണ്ടത്? എത്ര പ്രൈം നമ്പർ അവിടെ ഉപയോഗപ്പെടുത്തി? വരുത്തുന്ന എന്താണ്? അതേപോലെ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഈ 1,00,000 എത്ര പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം? പറയൂ മുഹമ്മദ് റഷാദ്. എത്രയാണ്? 1,00,000 എത്ര പ്രൈം ഫാക്ടേഴ്സ്? പറയല്ലാവരും. 2. ശരി, അപ്പൊ അതിനകത്ത് മനസ്സിലാക്കി വെക്കുക. യെസ്, അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ആ ചിത്രം കോഹോസ്റ്റായ കുട്ടികളെ ചോദ്യം വായിക്കും. In the figure, O is the center of the circle. What is the radius of the circle in centimeter? മുഹമ്മദ് റഷാദ് ചോദ്യം ഒന്ന് വായിച്ചേ. Okay, sir. In this figure, O is the center of the circle. What is the radius of the circle in centimeter? ഈ ഫിഗറില് O എന്നത് ഇതിന്റെ സെന്റർ ആണെന്ന് പറയുന്നു. നിങ്ങൾക്ക് തന്നിരിക്കുന്ന അളവുകൾ സെന്റിമീറ്ററിലാണ്. ഈ സെന്ററിൽ നിന്ന് ഇവിടം വരെ നിങ്ങൾക്ക് 3 സെന്റിമീറ്ററും ഈ സെന്ററിൽ നിന്ന് ഇവിടം വരെ നിങ്ങൾക്ക് 4 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇവിടെ ഒരു റെക്ടാങ്കിൾ ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഇവിടെ ഒരു ആംഗിൾ 90 ഡിഗ്രി എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളോടുള്ള ചോദ്യം, ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? ഈ റേഡിയസിന്റെ മലയാളം എന്താണ്? ഞാൻ നോൺ ചെയ്യട്ടെ, മലയാളം മീഡിയക്കാരൻ പോലും. ഓക്കെ, മലയാളം മീഡിയക്കാരോട് ചോദിക്കുന്നു, റേഡിയസിന്റെ മലയാളം എന്താ? അപ്പം ഇതിന്റെ ആരം എത്രയാണ്? അതായത് ഈ സെന്ററിൽ നിന്ന് ഇവിടം വരെയുള്ള ഭാരം എത്രയാണ്? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം ചെയ്ത് കാണിച്ചത്. അറിയില്ല.
അറിയില്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. മുഹമ്മദ് റഷാൻ, നമ്മുടെ ബോർഡ് കാണുന്നില്ല എന്നത് കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ് ആ പറഞ്ഞത്? കാണുന്നുണ്ട്. കാണാം. ഓക്കെ. ധ്യാന, നമ്മുടെ ബോർഡ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ ചോദ്യത്തിന്റെ ആൻസറിലേക്കാണ് ഞാൻ വരുന്നത്. ശ്രദ്ധിക്കുക, ഈ ചോദ്യത്തിന്റെ ആൻസർ ചെയ്ത് കാണിച്ചു. ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് 7ാം ക്ലാസ് കുട്ടികളെ കൃത്യമായിട്ട് അറിയാലോ. 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് എന്തായാലും അറിയാൻ പറ്റും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അതാണല്ലോ ഈ റെഡ് കളർ കൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള ആംഗിൾ എന്തായാലും 90 ഡിഗ്രിയാണ്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പാദം ബേസ് ആണിത്. ഇത് ആൾട്ടിറ്റ്യൂഡ് ആണ്, ലംബമാണ്. അത് നിങ്ങൾ പഠിച്ചതാണ്. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ കൂട്ടിയാൽ ഈ ഹൈപ്പോട്ടനസിന്റെ സ്ക്വയറിന് തുല്യമാകും. അപ്പൊ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണല്ലോ ഇത്. അപ്പൊ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9ഉം 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 16ഉമാണ്. അപ്പോൾ 9 പ്ലസ് 16 സമം കിട്ടുന്നത് 25ആണ്. ആ 25ന്റെ റൂട്ടായിരിക്കും ഇവിടെയുള്ള ഈ കർണത്തിന്റെ നീളം, അല്ലെങ്കിൽ ഹൈപ്പോട്ടനസിന്റെ നീളം. അപ്പോൾ ഇവിടെ 3ഉം ഇവിടെ 4ഉം ഇവിടെ 5 കിട്ടിയാൽ നമ്മളോടുള്ള ചോദ്യം ഈ പറഞ്ഞിരിക്കുന്ന സെന്ററിലേക്കുള്ള, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ആരം എത്രയാണ് എന്നാണ്, അല്ലെങ്കിൽ റേഡിയസ് എത്രയാണ് എന്നാണ്. അത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നിങ്ങൾ നോക്കിക്കൊള്ളുന്നത്. ഇവിടുന്ന് ഇവിടെ വരെയുള്ള അളവ് 5 ആണെന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവ് 5 ആയിരിക്കും. കാരണം വികരണങ്ങളുടെ ഡയഗണലിലെ നീളം തുല്യമായിട്ട് നിങ്ങൾ പഠിച്ചാൽ, അപ്പൊ ഈ നീളം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാലും 5 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ 5ആണ്. ഞാൻ ഒന്നുകൂടി മൈക്ക് ഓൺ ചെയ്യുന്നു. മനസ്സിലാകാത്തവർക്ക് ചോദിക്കാം, വീണ്ടും പറയാം. ഓക്കെ, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. സ്റ്റാർട്ട്. മലയാളത്തിൽ പറയോ? പറയാം. എത്ര വേണമെങ്കിലും, എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു തരാം. ഒരു സംശയം, എത്ര പ്രാവശ്യം വേണമെങ്കിൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ പറഞ്ഞു തരാം. ശരി, ധ്യാന, നമുക്കിതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഒന്ന് സാവകാശം പറയണം. മക്കൾ ചെയ്യേണ്ടത്, നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട് ക്ലിയർ അല്ല, ബോർഡ് ക്ലിയർ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊന്നും അർത്ഥമില്ലാന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫോണിൽ ആവശ്യമില്ലാത്ത ഡാറ്റകളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നല്ല നെറ്റ് വേണം, റേഞ്ച് വേണം. അവിടെയുള്ള കുഴപ്പം കൊണ്ട് ഇങ്ങോട്ട് കാണുന്നില്ല എന്ന് വിളിച്ചാൽ ശരിയാവില്ല. കാരണം 2 പേർ കോഹോസ്റ്റ് ആയിട്ട് എത്തുന്ന 2 പേരാണ് മറുപടി പറയുന്നത്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഈ ബോർഡ് ക്ലിയർ അല്ലേ? സാറേ, ബോർഡ് ക്ലിയർ ആണല്ലോ. പിന്നെ എന്താ ടൈപ്പ് ചെയ്യുന്നത്? ശരി, അപ്പൊ അവരുടെ ഫോൺ എന്നെ ചെക്ക് ചെയ്യുക. അവരാണ് പ്രശ്നം. ഞാൻ ഈ ചോദ്യം കുട്ടികൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നു. ഒന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. O ആണ് ഫിഗറിന്റെ സെന്റർ പോയിന്റ്. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം കൊണ്ട് ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. മുഹമ്മദ് റഷീദ് ഒന്ന് ഇടപെടാമോ? ആ കുട്ടിയുടെ ഫോണിൽ എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ സാർ. ഇവിടെ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ ഒരു സൈഡിൽ നിന്നുള്ള ഹൈറ്റ് 4 ആണ്, മറ്റേ സൈഡിൽ നിന്നുള്ളത് ഒരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അതിന്റെ മറു സൈഡിൽ നമുക്ക് വേറൊരു ട്രയാങ്കിൾ കൂടി വരച്ചു കൊടുക്കാം. അപ്പോൾ അതിന്റെ ആൾട്ടിറ്റ്യൂഡ് 4 ആണ്, ബേസ് 3 ആണ്. അപ്പൊ അതിന്റെ ഹൈപ്പോത്തസിസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോത്തസിസ് സ്ക്വയർ ആണ്. അപ്പം 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ ആണ് വരിക.
9 + 16 = 25. 25ന്റെ റൂട്ട് 5. അപ്പൊ നമുക്ക് ഹൈപ്പോത്തിസിസ് 5 കിട്ടിയിട്ടുണ്ട്. ആ 5 തന്നെയാണ് അതിന്റെ ആ റെക്ടാങ്കിളിന്റെ ഡയഗണൽ ആയിട്ട് വരിക. അപ്പം നമ്മുടെ ഉത്തരം 5 ആണ്. ശരി, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ അളവൊന്നും ഞാൻ തരുന്നില്ല എനിക്ക്, അതുകൊണ്ടല്ല നിങ്ങൾക്ക് ഈ അളവൊന്നും ഞാൻ തരുന്നില്ല. അപ്പൊ പകരം നിങ്ങളോട് പറയുന്നു ഈ അളവൊന്നും തരാതെ ഈ 4 തരുന്നില്ല, 3 തരും. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വര തന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ നിന്ന് വരെയുള്ള ഈ ഡയഗണലിന്റെ നീളം 5 ആണെങ്കിൽ ഈ വൃത്തത്തിന്റെ റേഡിയസ് എത്തില്ല. അപ്പൊ നിങ്ങൾ തന്നെയാ ഈ 5 ആണ് ഇവിടുന്ന് ഇവിടെ വരെയെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരെ നിങ്ങൾ വരയ്ക്കുക. അപ്പൊ ഈ ഇത് 5 തന്നെയായിരിക്കും. ഇത് 5 ആകുമ്പോൾ ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിന്റെ ഏത് ഭാഗത്തേക്ക് വരയ്ക്കുന്നത് 5 തന്നെയാണ്. അതാണല്ലോ നിങ്ങൾ ചോദിച്ച റേഡിയസ്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ഒന്നിച്ച് പറയും. മനസ്സിലായിട്ടാണ് പറയുന്നത്. ശരി, ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്ന മിക്ക ചോദ്യങ്ങളും പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് പേപ്പറിൽ നിന്ന് എടുത്തതാണ്. പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സ്ക്വയർ നമ്പേഴ്സ് ഒക്കെങ്കിൽ വരാനിരിക്കുന്നൊക്കെ ഉള്ളൂ. പക്ഷെ അവിടെ നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 1-1.5 മാസത്തെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവും. അപ്പൊ അതിനു മുമ്പ് തന്നെ ഇത് തീർക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന പാഠഭാഗങ്ങൾ കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. സ്കൂൾ എടുക്കാൻ കാത്തിരിക്കരുത്. ഈ ഓൺലൈൻ ക്ലാസ് പങ്കെടുക്കുന്ന കുട്ടികൾ സ്കൂളിൽ അടുത്ത മാസം പാടെടുക്കുന്നവരെ കാത്തിരിക്കാതെ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ അത് കാണാതെ പഠിച്ചു. 1 to 30 സ്ക്വയർ നമ്പേഴ്സ്, ബിറ്റ്വീൻ 1 and 100 പ്രൈം നമ്പേഴ്സ്. ഇതൊക്കെ പഠിച്ചു വെച്ച് ഗുണനപ്പട്ടിയൊക്കെ നന്നായിട്ട് പഠിച്ച് മുന്നിലിരുന്നോളും. എന്നാൽ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ കൊണ്ടു കിട്ടും. ഈ ചോദ്യം ഒന്ന് വായിച്ചെടുത്ത് മുഹമ്മദ് കൃഷ്ണൻ. How to draw the square with the side root 13? How to draw the square with the side of root 13? ഒരു സൈഡ് റൂട്ട് 13 കിട്ടുന്ന രീതിയിൽ ഒരു സ്ക്വയർ വരയ്ക്കാൻ പറ്റുമോ? അല്ലെ, ഞങ്ങൾക്ക് ഇന്ന് വരുന്ന ചോദ്യങ്ങൾ അധികവും പെട്ടെന്ന് നിങ്ങൾക്ക് എളുപ്പം ഉൾക്കൊള്ളാൻ പറ്റില്ല, വരില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതേ സമയത്ത് ഇത് പിന്നീട് മനസ്സിലായിക്കോളൂ. ശരി, ഇവിടെ റൂട്ട് 13 ഒരു സൈഡ് കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ട്രയാങ്കിൾ വെറുതെ അങ്ങ് വരയ്ക്കാം. ആ ട്രയാങ്കിളില് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 2ഉം ഇവിടെ 3ഉം കൊടുത്തെന്ന് വിചാരിക്കുക. 2ന്റെ സ്ക്വയർ എത്രയാണ് പ്രശാന്ത്? 4. 4. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. 4 + 9 എത്രയാണ്? 13. അപ്പം ഇത് റൂട്ട് 13 ആയിരിക്കുമല്ലോ. Yes, sir. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കർണം ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 13 ആണെങ്കിൽ ഈ കർണവശം ഒരു വശമായിട്ട് സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരു സ്ക്വയർ വരച്ചൂടെ? Yes, sir. അപ്പൊ അതൊന്നുകൂടി പറഞ്ഞു. നമുക്ക് 3 ആൾട്ടിറ്റ്യൂഡും 2 ബേസും വെച്ചിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരച്ചാൽ അതിന്റെ ഹൈപ്പോത്തിസിസ് വരുന്നത് റൂട്ടിനായിരിക്കും. 3ന്റെ സ്ക്വയർ 9ഉം 2ന്റെ സ്ക്വയർ 4 ആണ്. 4 + 9 13 ആണ് വരിക. അപ്പോൾ അതിന്റെ ഹൈപ്പോത്തിസിസ് 13 റൂട്ട് 13 ആയിരിക്കും. അപ്പൊ അത് ആ ഒരു ഹൈപ്പോത്തിസിസ് വെച്ചിട്ട് നമുക്ക് ആ സ്ക്വയർ നമ്മൾ വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഒരു സൈഡ് ആക്കാം. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് 3ന്റെ സ്ക്വയർ ആയ 9ഉം 2ന്റെ സ്ക്വയർ ആയ 4ഉം കൂടി കൂട്ടിയിട്ടാണ് 13 കിട്ടുക എന്ന് ഒരാൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വരയ്ക്കാൻ കഴിയും. ശരി, ഇതൊരു ഹോംവർക്കാണ്, വീട്ടിൽ നിന്ന് ചെയ്ത് പഠിക്കേണ്ട സാധനമാണ്. ഒന്ന് നോക്കി, ഏജിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം ഒന്ന് വായിച്ചു.
4 years ago, Rahim's age was 3 times of the age of Damu after 2 years. This would become 2 times. What is the age now? അപ്പം 3 വർഷം മുമ്പ് റഹീമിന്റെ ഏജ് രാമുവിന്റെ ഏജിന്റെ 3 ഇരട്ടിയാണ്. ആഫ്റ്റർ 2 years ദിസ് വുഡ് ബിക്കം 2 times. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് 2 ടൈമായിട്ട് മാറാം. അവരുടെ ഇപ്പോഴത്തെ ഏജ് എത്രയാണ്? ഈ ചോദ്യത്തിന് നിങ്ങൾ യൂട്യൂബിലൂടെ തന്നെ മറുപടി പറയേണ്ടതാണ്. ഇന്നത്തെ ചോദ്യം നിങ്ങൾക്ക് ഒന്നതാണ് ഞാൻ തരുന്നത്. ഇനി നമുക്ക് 1-2 ചോദ്യങ്ങൾക്ക് വെറുതെ ഒന്ന് ഓടിച്ചു പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഓഡ് നമ്പർ ഫാക്ടേഴ്സ്? അത് മുമ്പ് ഞാൻ ചർച്ച ചെയ്താണ്. ഈ പറഞ്ഞിരിക്കുന്നത് സ്ക്വയർ നമ്പർ 100 മാത്രമേ ഉള്ളൂ. പെർഫെക്റ്റ് സ്ക്വയർ ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിന്റെയും ഘടകങ്ങളുടെ എണ്ണം ഒറ്റയായിരിക്കും. 1-ന് 1 ഘടകം. 4 എന്ന സംഖ്യക്ക് 1, 2, 4, 3 ഘടകം. ഘടകങ്ങളുടെ എണ്ണം ഒറ്റയായിരിക്കും ഒരു പെർഫെക്റ്റ് സ്ക്വയർ. ഇപ്പൊ 4 കഴിഞ്ഞാൽ 9. 9-നും 1, 3, 9, 3 ഘടകം. 16 എന്ന സംഖ്യക്ക് 5 ഘടകം ഉണ്ടാകും. 16 സ്ക്വയർ നമ്പറാണ്. അപ്പൊ സ്ക്വയർ നമ്പർ പിടിക്കുക എന്നതാണ് അതിന്റെ പ്രത്യേകത. ഒരു സ്ക്വയർ നമ്പറിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം എപ്പോഴും ഒറ്റയിലാണ് അവസ്ഥ. ഒറ്റ സംഖ്യയായിരിക്കും. എണ്ണം ഒറ്റ സംഖ്യയായിരിക്കും. ശരി. ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഹോംവർക്ക് ഒന്നും കൂടി കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് കുട്ടികൾ. ഹോംവർക്ക് ഒന്നുകൂടി കാണിക്കും. ഹോംവർക്ക് അതൊന്ന് വായിച്ചെടുക്കും മുഹമ്മദ് റഷീദ്. 4 years ago, Rahim's age was 3 times of the Ramu. After 2 years, 4 years ago, Rahim's age was 3 times of the age of Ramu. Full stop. After 2 years, this would become 2 times. What is the age now? അങ്ങനെ വായിക്കാം. 4 years ago, Rahim's age was 3 times of the age of Ramu after 2 years. This would become 2 times. What is the age now? അവിടെ നിർത്ത്. ശ്വാസം കഴിഞ്ഞ് അടുത്ത് വായിക്കും പ്ലീസ്. 4 years ago, Rahim's age was 3 times of the Ramu's after 2 years. This would become 2 times. What is the age now? What is the age now? അപ്പൊ ചോദ്യം ഇത് യൂട്യൂബിൽ വരും. അപ്പൊ നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് ഒന്നുകൂടി അത് എഴുതാം. ചോദ്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഷെയർ ചെയ്യാൻ പ്രശ്നമില്ല. ഏതെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ. ഇവിടെ വേറെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ബിലോ ഹാസ് എക്സാക്ട്ലി 3 ഫാക്ടേഴ്സ്? ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. അഭാജ്യ സംഖ്യയുടെ വർഗത്തിന് 3 ഘടകം മാത്രമേ ഉണ്ടാവൂ. ഉണ്ടാവും. 2 ഒരു അഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പർ ആണ്. അതിന്റെ സ്ക്വയറായ 4-ന് 3 ഘടകം. 3 അടുത്ത പ്രൈം നമ്പർ ആണ്. അതിന്റെ സ്ക്വയറായ 9-നും അതേപോലെ 3 ഘടകം. ഘടകങ്ങളുടെ എണ്ണം 3 എന്നായിരിക്കും അഭാജ്യ സംഖ്യയുടെ വർഗത്തിന്. 5 is a prime number. 5 square 25. 25-നും ഇവിടെ 3 ഘടകം. ഇവിടെ 400 എന്ന സംഖ്യ 20-ന്റെ സ്ക്വയർ ആണ്. അത് തിരിച്ചറിയണം ഒരു കുട്ടി. അതാ സ്ക്വയർ നമ്പർ പഠിക്കണം ഞാൻ പറഞ്ഞത്. 400 എന്ന സംഖ്യ 20-ന്റെ സ്ക്വയർ ആണ്. പക്ഷേ 420 ഒരു പ്രൈം നമ്പർ അല്ല. പ്രൈം നമ്പറിന്റെ കൂട്ടത്തിൽ ആകെയുള്ള സംഖ്യ 2 മാത്രമേ ഉള്ളൂ. അപ്പം പ്രൈം നമ്പർ അല്ലാത്തതുകൊണ്ട് 4 2 കൂടുതൽ ഘടകം, 3 കൂടുതൽ ഘടകം ഉണ്ടാവും. ശരി പോട്ടെ. 441 21 എന്ന സംഖ്യയുടെ സ്ക്വയർ റൂട്ടാണ്. സ്ക്വയർ ആണ്. 21-ന്റെ സ്ക്വയർ ആണ് 441. 21 എന്ന സംഖ്യയും പ്രൈം നമ്പർ അല്ല. കാരണം 3 7 21 ആണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ 441 അല്ല.
പിന്നെ അടുത്ത ആളാണ് 529. 529 23 എന്ന സംഖ്യയുടെ വർഗമാണ്. 23 ആവട്ടെ പ്രൈം നമ്പറുമാണ്. അപ്പൊ പഠിച്ചു വെച്ചിട്ടുണ്ട് പ്രൈം നമ്പറിന്റെ വർഗത്തിന് 3 ഘടകമേ ഉണ്ടാകൂ. അപ്പൊ 529 3 ഘടകമാണ്. അപ്പൊ നമ്മുടെ ഉത്തരം 529 ആണ്. 529 ആണ്. Because 529 is the square of 23. 23 is a prime number. You have to by heart 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97. These are the 25 prime numbers. കാണാതെ പഠിച്ചോ, ഗുണമുണ്ടാകും, 3 മാർക്ക് കിട്ടും. അപ്പൊ പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ അറിയിക്കുക. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം വരുന്നതിന് മുമ്പ് മക്കളെല്ലാവരും ഈ നമ്പേഴ്സ് ഒക്കെ പഠിച്ചു വെക്കണം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. നാച്ചുറൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻ, ഒറ്റ സംഖ്യ, ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, കോമ്പോസിറ്റ് നമ്പർ, പ്രൈം നമ്പേഴ്സ്, പാലിൻഡ്രോമിക് നമ്പർ, പെർഫെക്റ്റ് നമ്പർ, ഡിവിഷൻ നമ്പർ. കിട്ടിയിട്ടില്ല, ഇതിനൊക്കെ നോട്ട്സ് അയച്ചു തരാം. അപ്പൊ നമുക്ക് സമയക്കുറവുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് തരുന്ന ചോദ്യം ഇതാണ്. നേരത്തെ ഒരു ചോദ്യം ഞാൻ ഏജുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 3 ചോദ്യം തരികയാണ്. ആ 3 ചോദ്യം നിങ്ങൾ യൂട്യൂബിൽ ക്ലാസ് വരുമ്പോൾ ഉടനെ തന്നെ കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ ആദ്യം കമന്റ് ചെയ്ത കുട്ടികളൊക്കെ നോക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് അതുപോലെ ഞാൻ എന്റെ അടുത്ത് നിങ്ങളുടെ അഭിപ്രായം അറിയണം. മൈക്കാൻ ഓൺ ചെയ്തരാം. ചോദ്യം വായിച്ചെടുക്കും മക്കളെ. യെസ്, ചോദ്യം വായിക്കും. Is the sum of the factors of 496 except 496? ഒരു മിനിറ്റ്, ഞാൻ മലയാളം പറഞ്ഞോട്ടെ. ഈ മുഹമ്മദ് റഷാദ് മലയാളം മീഡിയമാണ് ഇംഗ്ലീഷ് മീഡിയം? Sir, English medium. English medium. What is the sum of the factors of 496 except 496? അതാണ് ഇന്നൊരു ചോദ്യം. 496ന്റെ ഘടകങ്ങളുടെ തുക എത്ര? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാ ഒരു ചിത്രം. ഈ ചിത്രത്തിൽ കുറെ ത്രികോണം കാണാം. മൊത്തത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്? How many triangles are here? ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? മൂന്നാമത്തെ ചോദ്യം ഇത് അടുത്ത വന്നിരിക്കുന്നത് which is the 20th triangular number? 20ാമത്തെ ട്രയാങ്കുലർ നമ്പർ ഏതാണ്? ഈ 3 ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. നേരത്തെ റീച്ചിന്റെ ചോദ്യം തന്നിട്ടുണ്ട്. What is the sum of the factors of 496 except 496? 496 ഘടകങ്ങളുടെ തുക എത്ര? ഈ ചിത്രം തന്നിട്ട് ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്ന് കണ്ടെത്തുക. അതേപോലെ 20ാമത്തെ ട്രയാങ്കിൾ നമ്പർ ഏതാണ്? ട്രയാങ്കിൾ നമ്പറായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വേറെയും വരാം. ഈ പ്ലേയേഴ്സ് തമ്മിൽ ഷെയ്ക്കേണ്ടി കൊടുക്കുന്ന ചോദ്യങ്ങൾ വരാം. 11 കളിക്കാരുള്ള ഒരു ഫുട്ബോൾ ടീമിലെ 11 കളിക്കാർ പരസ്പരം ഷെയ്ക്കാൻഡ് കൊടുത്താൽ അവിടെ ഷെയ്ക്കാൻഡുകളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കും. ഉത്തരം ട്രയാങ്കിൾ നമ്പർ ആയിരിക്കും. അവിടെ 11 കളിക്കാരാണ് ഷെയ്ക്കാൻഡ് കൊടുക്കുന്നതെങ്കിൽ ആ 11 കളിക്കാരെ 11ന്റെ ഇപ്പറുള്ള 10 കൊണ്ട് ഗുണിച്ചിട്ടൊന്ന് വലിക്കാൻ പറയും. 12 കൊണ്ടല്ലേ പോയിട്ടുണ്ട്. 11ന്റെ ഇപ്പറുള്ള 10 കൊണ്ടെന്ന് കൊടുക്കുക. അപ്പൊ 110, 110ന്റെ പകുതിയായ 55 ഷെയ്ക്കാൻഡാണ് വരിക. 11 കളിക്കാരുള്ള ഒരു ഫുട്ബോൾ ടീമിലെ കളിക്കാർ പരസ്പരം ഷെയ്ക്കാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷെയ്ക്കാൻഡുകളുടെ എണ്ണം 55 ആണ്. 11 × 10. ഇനി 6 കളിക്കാരുള്ള ഒരു ടീമിൽ നിന്ന് ആ 6 കളിക്കാരുടെ ടീമിലെ 6 പേർ പരസ്പരം ഷെയ്ക്കാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 6 പേരെ നിർത്തിച്ച് പരസ്പരം ഷെയ്ക്കാൻഡ് കൊടുത്തപ്പോ 6നെ നിങ്ങൾ 5 കൊണ്ടാണ് കുടിക്കേണ്ടത്. എന്നിട്ട് പകുതിയാക്കണം. 6 5 30ന്റെ പകുതിയായ 15 ഷെയ്ക്കാൻഡാണ് അവിടെ വന്നിരിക്കുക എന്ന്